നമസ്കാരം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ നമ്മുടെ ക്ലാസ്സിലുള്ള ആൺകുട്ടികളൊക്കെ ഫ്രീ പീരീഡിൽ മിമിക്രി കാണിക്കാമെന്ന് ടീച്ചറിനോട് പറയും. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു കലാപരിപാടി അവതരിപ്പിച്ചതെന്ന് പറയുമ്പോൾ ചില കുട്ടികളൊക്കെ പാട്ട് പാടും, കഥ പറയും. അപ്പോൾ കുറേ പേര് മിമിക്രി കാണിക്കും. നിങ്ങൾ പറയൂ, ഞാൻ ചെയ്യാമെന്നൊക്കെ ആൺകുട്ടികൾ പറയും. അപ്പം ഞങ്ങൾ പറയും മോഹൻലാൽ. ഉടനെ വെറുതെ നിന്നിട്ട് പോ മോനെ ദിനേശ. അപ്പോൾ മോഹൻലാൽ കൈയടിക്കും. സുരേഷ് ഗോപി ഭാ പുല്ലേ, ഓർമ്മയുണ്ടോ ഈ മുഖം? പിന്നെ ഒരു ഷിറ്റും കൂടെ പറഞ്ഞ് സുരേഷ് ഗോപി അങ്ങ് അവസാനിപ്പിക്കും. അപ്പോഴും കിട്ടും കയ്യടി. മമ്മൂട്ടി വേണോ എന്ന് പറഞ്ഞാൽ രണ്ട് കുത്തിവിടെ, പിന്നെ മുഖം ഇട്ട് ഒരുമാതിരി പുച്ഛം, മമ്മൂട്ടി, 2 കയ്യടി. അതുപോലെ തന്നെ ട്രെയിനിൻ്റെയൊക്കെ ശബ്ദം അനുകരിക്കുമായിരുന്നു. ചുചു ചുചുച്ചു ചുചുച്ചു ട്രെയിനായി. അപ്പോൾ ഈ ലെവൽ സാധനങ്ങളൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴും കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാലം മാറി, തലമുറ മാറി, പിള്ളേരുടെ ഇഷ്ടങ്ങളും രീതികളും കളികളും സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്. അതിപ്പം മിമിക്രികളൊക്കെ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഈ യൂത്ത് ഫെസ്റ്റിവൽ വേദികളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കുട്ടികൾ ശബ്ദാനുകരണം നടത്തുന്നത്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ അനുകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ലെവലിലായി പിള്ളേരൊക്കെ ഇപ്പോൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയി. നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ ഈ വേദികളിലൊക്കെ ഓരോ നടന്മാരുടെ ശബ്ദം അനുകരിക്കുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കണ്ടില്ലെങ്കിൽ നമുക്കെന്തോ ഒരു അസഹ്യമായിട്ടത് തോന്നുകയും ചെയ്യും. ആ സമയത്താണ് വളരെ സീനിയർ ആയിട്ടുള്ള ടിനി ടോം എന്ന നടൻ, കുറേ വർഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സുരേഷ് ഗോപിയുണ്ട്, മമ്മൂട്ടിയുണ്ട്, മോഹൻലാലിനെ അനുകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് ട്രോൾ വീഡിയോകൾ കണ്ടു. അപ്പം ഞാൻ അതിൻ്റെ ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഒരു കലാകാരനെ വിഷമിപ്പിക്കുന്നത്? എന്താണെങ്കിലും ഒരുവിധം നന്നായിട്ടൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകും. എല്ലാവരും എല്ലാം തികഞ്ഞതാണോ ഇങ്ങനെ ഇരുന്ന് കളിയാക്കാൻ എന്നുള്ള രീതിയിലൊക്കെ ആ വീഡിയോ ഒന്ന് കണ്ട് സത്യം പറയാമല്ലോ, പറ്റ തള്ള സഹിക്കത്തില്ല. മോഹൻലാലാന്ന് പറഞ്ഞ് തോളൊന്ന് ചരിച്ച് ഇങ്ങനെ റോബോട്ട് നടക്കുന്നത് പോലെ സ്ലോ മോഷനാണ് അണ്ണൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ നടന്ന് എമ്പുരാൻ പാട്ടുമൊക്കെ ബാക്ക്ഗ്രൗണ്ടിലിട്ട് അവിടെ കിടന്ന് കൂവുന്ന കൂവല് എന്തൊരു തൊലിക്കട്ടിയാണെന്ന് ആലോചിക്കുന്നത്. കല ആണ്, കലയെ കൊല ചെയ്യാമോ? പാടില്ല. പ്രത്യേകിച്ച് കലാകാരൻ എന്നറിയപ്പെടുന്ന, കല കൊണ്ട് ആഹാരം കഴിക്കുന്ന ഒരാൾ. ഞാൻ പറയട്ടെ, ഒരുപാട് കഴിവുള്ള ആൺപിള്ളേർ പുറത്ത് നിൽപ്പുണ്ട്, ഇതൊക്കെ നല്ല കൃത്യമായിട്ട് അനുകരിക്കുന്ന. അവർക്കൊന്നും വേദികൾ കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള വലിയ വലിയ സ്റ്റേജുകൾ കിട്ടുന്നില്ല, കാണികളെ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? അവരൊന്നും സെലിബ്രിറ്റികളല്ല. ഇവരൊക്കെ സിനിമാ നടന്മാരും 5-6 പേര് അറിയപ്പെടുന്ന ആളുകളും ആയതുകൊണ്ടും കുറേ സീനിയർ ആയതുകൊണ്ടും ഇവർക്കൊക്കെ സ്റ്റേജുകളിൽ എന്ത് തോന്നിയാസവും കാണിക്കാം. ആളുകൾ ഒരു വിധമൊക്കെ സഹിച്ചിരിക്കും തോറും ഇവർ വിചാരിക്കുന്ന ആളുകളൊക്കെ കോൾമയിറ് കൊണ്ട് അങ്ങിരിക്കുകയാണെന്ന്. അങ്ങനൊന്നും അല്ല. മനുഷ്യരെ വെറുപ്പിക്കരുത്. എന്നിട്ട് എന്തൊരു ആത്മവിശ്വാസമാണെന്നറിയോ? ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് പറയുന്നത്. ടിനി ടോം പല കാര്യങ്ങളിലും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. ഈയിടെ മകൻ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായപ്പോഴും അപ്പനുണ്ടടാ നിന്റെ കൂടെ എന്ന ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ച് വാർത്തയിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. അതൊക്കെ എന്തു ആയിക്കൊള്ളട്ടെ, അവരുടെ പാടായി. പക്ഷെ ഇങ്ങനെ സ്റ്റേജ് കയറി നിന്ന് തോന്നിയാസം കാണിക്കുന്നത് ദയവ് ചെയ്തൊന്ന് നിർത്തണമെന്നാണ് പറയാനുള്ളത്. ഇപ്പൊ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഒരുപാട് കോമാളിത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ ഈയിടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞല്ലോ, എം ജയചന്ദ്രൻ എന്ത് നല്ലൊരു കലാകാരനാണ്, എത്ര നല്ല പാട്ടുകൾ പടച്ചു വിട്ടിട്ടുള്ള മനുഷ്യനാണ്. ആ മനുഷ്യനൊരു സ്റ്റേജിൽ നിന്ന് കയറ് കെട്ടി ഒരു കൈ കൊണ്ട് മൈക്ക് പിടിച്ച് ഒരു കൈ ആ കയറിൽ കെട്ടി എന്ത് റിസ്ക്കാണ് എടുക്കുന്നത്. തൂങ്ങി ഇറങ്ങുകയാണ് പാട്ട് പാടാൻ വേണ്ടി. എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലാണ് നിലനിൽക്കാൻ പറ്റുന്നതെന്നാണ്. പാട്ടുകാരാണോ? മര്യാദയ്ക്ക് പാട്ട് പാട്. അഭിനയിക്കുന്ന ആളാണോ? മര്യാദയ്ക്ക് അഭിനയിക്ക്. ഇപ്പം അഭിനയിക്കുന്നവർ പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, പിന്നെ ഉദ്ഘാടനങ്ങളും ചെയ്യണം. അതോടുകൂടിയേ അവരുടെ മാർക്കറ്റ് കൂടത്തുള്ളൂ. പാട്ട് പാടുന്നവർ നിർബന്ധമായിട്ടും പാട്ട് പാടിയില്ലെങ്കിലും ഡാൻസ് കളിച്ചിരിക്കണം. ടിനി ടോമിന് അറിയാവുന്ന പണി എന്താണെന്ന് ഇതുവരെ മലയാളികൾക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അവിടെ എവിടെയും ചെന്നിരുന്ന് മറ്റുള്ളവരുടെ പരദൂഷണം പറയാനും കുറ്റം പറയാനും ഒക്കെ മിടുക്കനാണ്. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ അനുകരണ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഇത്രയൊന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞു കേട്ടോ. ഇതിനകത്ത് വലിച്ചു നീട്ടാൻ കാര്യമൊന്നുമില്ല. കലാകാരന്മാരെ നമ്മൾ അഭിനന്ദിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെയാണ്, അതൊക്കെ അംഗീകരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് കണ്ടാൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല. നമ്മൾ അനാവശ്യമായ പ്രോത്സാഹനം കൊടുത്താൽ ഇവർ വീണ്ടും അത് ആവർത്തിക്കുമോ എന്നുള്ള ഒരു ഭയം നമുക്ക് വേണം. മനസ്സിലായില്ലേ? നല്ലതാണെങ്കിൽ നല്ലത് എന്ന് നമ്മൾ പറയും. പക്ഷേ ഇത് വളരെ മോശമായിപ്പോയി. വില കുറഞ്ഞ പരിപാടിയാണ് കാണിക്കുന്നത്. ഈ ജീവിച്ചിരിക്കുന്ന നല്ല കലാകാരന്മാരെയൊക്കെ നിങ്ങൾ മോശക്കാരാക്കരുത്. അവരൊക്കെ ഇത് കണ്ട അങ്ങനെ ചെയ്തു കളയും.
മമ്മൂട്ടിയൊക്കെ ഇപ്പോഴും കാണിക്കുന്നത് ഇതാണ്, ഈ 2 കുത്താണ് കാണിക്കുന്നത്. സുരേഷ് ഗോപി ആ പാവം പിടിച്ച മനുഷ്യൻ ഇതുവരെ പുല്ലേയും ഷിറ്റിൽ നിന്ന് ഒരു മോചനം കൊടുത്തിട്ടില്ല. ഈ ടിനി ടോം എത്ര വർഷങ്ങൾ ഇതുകൊണ്ട് നടക്കുന്നു. അതിനുശേഷം അവരൊക്കെ അതേ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമയിൽ തൻ്റെ ബാല്യകാല സുഹൃത്തായ ബാർബർ ബാലനെ കുറിച്ചുള്ള ഓർമ്മകൾ ഓർത്തെടുത്ത് വിതുമ്പലോടെ ഓർത്തെടുക്കുന്ന മമ്മൂട്ടിയുടെ ഒരു രംഗമുണ്ട്. അതൊക്കെ ഒന്ന് അനുകരിക്കാൻ പറ്റുമോ? ആ ഒരു ഡയലോഗൊക്കെ മമ്മൂട്ടി ചെയ്യുന്നത് പറയാൻ പറ്റുമോ? അതിലൊക്കെ ആ ഒരു വോയിസ് മോഡുലേഷൻ എന്താണെന്ന് അറിയാമോ മമ്മൂട്ടിയുടെ? ഒന്നും അറിയില്ല. മസിൽ പിടിച്ച് ചുണ്ട് രണ്ടും കൂടെ കൂർപ്പിച്ച് വെച്ചുകൊണ്ട് മമ്മൂട്ടി ഒന്ന് നിൽക്കുന്നത് മാത്രം കാണിക്കാൻ അറിയാം. ഒന്നുമില്ലെങ്കിൽ ശരീരഭാഷ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വോയിസ് മോഡുലേഷൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ ശബ്ദം അതുപോലെ കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റണം. ഡയലോഗ് ഡെലിവറി എങ്കിലും കൃത്യമായിരിക്കണം. അമിതാഭ് ബച്ചനാണെന്ന് പറഞ്ഞ് ഹിന്ദിയിൽ ഓരോ ഡയലോഗ് അടിച്ച് കാണിച്ചു കൂട്ടിയത് കണ്ടിട്ട് നമ്മുടെ രോമം എഴുന്നേറ്റ് നിന്ന് നമ്മളെ തള്ളയ്ക്ക് വിളിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ അണ്ണൻ വിചാരിച്ചത് മനുഷ്യരെല്ലാം രോമാഞ്ച കഞ്ചുകരായിട്ടിരിക്കുകയാണെന്നാണ്. പരദൂഷണം പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് ഈ പ്രകടനമൊക്കെ കണ്ടിട്ട് തോന്നുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ആളുകൾ അവർക്ക് അറിയാവുന്ന പണി ചെയ്താൽ മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈയിടെ മിയ ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടു. അതും ക്ലാസിക്കൽ ഡാൻസ്. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നിയില്ല. വളരെ ബോറായിട്ട് തോന്നി. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ ഒരു ലിമിറ്റ് നമുക്കറിയാമല്ലോ. നമ്മുടെ കഴിവിനെക്കുറിച്ച് മാത്രമല്ല, കഴിവ് കേടെന്താണെന്ന് കൂടി അറിയുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. നമുക്കൊരു മേഖലയിൽ വിജയം കൊയ്യാൻ പറ്റുന്നത് നമ്മുടെ കഴിവ് കേടിനെ കുറിച്ച്, പരിമിതികളെക്കുറിച്ച് ബോധ്യമുള്ളപ്പോഴാണ്. എല്ലാത്തിലും കൊണ്ട് കൈവയ്ക്കണമെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നു, എല്ലാ വിഷയത്തെ പറ്റിയും സംസാരിക്കണമെന്ന് നിർബന്ധമില്ല. ചില വിഷയങ്ങൾ സംസാരിക്കുന്നതിൽ ഞാൻ പുറകിലോട്ടാണെന്ന് എനിക്കറിയാം. ആ വിഷയം ഞാൻ സംസാരിച്ചാൽ ശരിയാകില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ ആ വിഷയം സംസാരിക്കില്ല. ചില വിഷയങ്ങൾ ഇത് സംസാരിച്ചാൽ എനിക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നറിയാവുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യുകയുള്ളൂ. ഞാനിപ്പോൾ എനിക്ക് എന്നൊരു സർജറി നടത്താൻ പറ്റുമോ? യേശുദാസിന് സർജറി നടത്താൻ പറ്റുമോ? ഇല്ല. അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള കഴിവുകൾ എന്താണ്, അതിനനുസരിച്ച് മാത്രമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിൽ വിജയിക്കാൻ നോക്കുക, പരിഹാസ്യരാകാതിരിക്കുക. ടിനി ടോം എങ്ങനെങ്കിലും ഈ വീഡിയോ ഏതെങ്കിലും വഴിക്ക് ടിനി ടോമിൻ്റെ കയ്യിലെത്തിയാൽ വലിയ ഉപകാരമായിരുന്നു. അണ്ണാ, നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല പറയുന്നത്, ഒരിത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് പറയാമെന്ന് കൂട്ടിക്കോ. ദയവ് ചെയ്ത് മെനക്കെടുത്തരുത്.